കമ്മീഷനിലെ വന്ന ശേഷം പോലീസിനോട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ. അയാളുടെ അധികാരം എന്താ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ? അഡ്വക്കേറ്റ് കമ്മീഷൻ ആകെ ചെയ്യാവുന്ന കാര്യം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്നാൽ ഈ കോടതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച് പോലീസിന് പണ്ട് ഒരു മന്ത്രി ചെയ്തപോലെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ പാവങ്ങളെ സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ വാരി എറിയരുത്. 1980 ശേഷമുള്ള റീസർവേ നടപടികളുടെ ഭാഗമായി ആരെല്ലാമാണ് കള്ളരേഖ ഉണ്ടാക്കിയത്, ആരെല്ലാമാണ് സർക്കാരിന്റെ ഭൂമിയെ പതിച്ചെടുത്തത്, ആരെല്ലാമാണ് ഇതിനാവശ്യമായിട്ടുള്ള കള്ളരേഖ കോടതി ഹാജരാക്കിയത് എന്ന് പരിശോധിച്ച് ഈ വില്ലേജ് ഓഫീസർ, തഹസിൽദാര്, സർവേയർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് പെശകുണ്ടെങ്കിൽ ആ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും നിയമത്തിന്റെ തലനാരിഴ കീറിയ ശേഷം ഇവരെ കുടിയൊഴിപ്പിക്കാം എന്ന് കരുതി പോലീസിനെ ഇറക്കി വീണ്ടും ഒരു പരിശോധന നടത്തുവാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഇറക്കി ഞങ്ങൾ തടയുന്നതിന് ഒരു സംശയക്കാര്യത്തിലില്ല. അതിന് അങ്ങനെ ഒരൊറ്റ കാര്യം പ്രഖ്യാപിക്കാനുള്ളൂ, ഇവിടെ ഈ കുടിയിറക്ക് അനുവദിക്കില്ല. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പ്രസംഗിച്ച് വരിക മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട മുന്നണി നിൽക്കുന്ന ആളുകൾ, പാർട്ടിയുടെ നേതാക്കന്മാര്, വർഗസംഘടന നേതാക്കന്മാര്, ഇതിന് സഹായിക്കുന്ന ആൾക്കാര്, അവരെല്ലാം നിരവധി കേസുകളിൽ പ്രതിയാക്കി, ക്രിമിനൽ കേസിൽ പ്രതിയായി കഴിഞ്ഞു. അതല്ലാതെ ഒരു പ്രസംഗം നടത്തിയൊരു പാട്ടും പാടി പോകുന്നത് മാത്രമല്ല, അവരെല്ലാം നിരവധി കേസിൽ പ്രതിയാണ്. വെറും സാധാരണക്കാരായിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ഈ കുടുംബങ്ങളിലെ അംഗങ്ങൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള ആൾക്കാരും ഇവരെ സഹായിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരും, പ്രത്യേകിച്ച് CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകന്മാരും അവരെല്ലാം കേസിൽ പ്രതികളാണ്. അവരെല്ലാം കോടതിക്കകത്ത് കയറി ഇറങ്ങി തുടങ്ങി. എങ്ങനെയാണ് കേരളത്തിൽ, നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു കുടുംബങ്ങളെ ഒടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിലേക്കുള്ള ഒരു കേസിലേക്ക് പോയത് എങ്ങനെയാണ്? ഒരു ന്യായവുമില്ലാത്ത 2-3 തലമുറയായി താമസിക്കുന്ന ആളുകൾ, ആ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യത്തിന്റെ അകത്ത് ഹൈക്കോടതി വരെ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായതാണ്. വളരെ വളരെ കൃത്യമായിട്ടുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു സെറ്റ് ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇതിന്റെ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ആളും കാണിച്ച വഞ്ചനയുടെയും അതുപോലെ തന്നെ കുടിലതയുടെയും ഫലമായിട്ടാണ് ഈ കേസിൽ അവസാനം സുപ്രീം കോടതി വിധി ഉണ്ടായത്. കോടതികളുടെ മുന്നിലിരുന്ന രേഖകളാണ് പ്രധാനം. പാലിയത്തിയാവിലെ കൂലിപ്പണിക്കാരായിട്ടുള്ള ആൾക്കാര്, മഴയും വെയിലും എല്ലാം കൊണ്ട് താമസിക്കുന്ന വളരെ പാവപ്പെട്ട ആൾക്കാര്, ആ ആളുകൾക്ക് സുപ്രീം കോടതി കേസ് നടത്താനോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഈ കള്ളരേഖ ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ആ ആളുകളെ അങ്ങനെയുള്ള കള്ളരേഖ ഉണ്ടാക്കിയിട്ടാണ്, ഈ റീസർവേയുടെ ഭാഗമായിട്ടുള്ള കള്ളരേഖ ഉണ്ടാക്കിയിട്ടാണ് വാസ്തവത്തിൽ ഈ കേസിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ താല്പര്യമുള്ളൂ. ഈ കുടുംബങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ ഇറങ്ങി പോകാൻ പറ്റില്ല. അവർക്ക് ഇവിടെ താമസിക്കണം, അല്ലാണ്ട് വേറെ കേരളത്തിന്റെ രാഷ്ട്രീയം മാറ്റാൻ താല്പര്യമൊന്നുമില്ല. മാറി വന്ന രാഷ്ട്രീയം അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ താമസിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി താമസിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ കൈവശം ഉണ്ടായ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയായിട്ടുള്ള 19 ഏക്കറൊന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവര് എത്രയോ വർഷങ്ങളായി, തലമുറകളായി താമസിക്കുന്ന ഇവരുടെ കൈവശമുള്ള ഭൂമി, ആ ഭൂമി എന്ന് വെച്ചാൽ ഈ കുടുംബങ്ങളുടെ എണ്ണം പറഞ്ഞാൽ മാത്രമല്ല, ആ കുടുംബത്തിന്റെ അകത്തുള്ള ഇപ്പൊ വ്യക്തികളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ വലിയ നമ്പറാണ്. ആ ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ആ ഭൂമി അവർക്ക് കൊടുക്കണം, അത്രയേ ഉള്ളൂ ആവശ്യം. 2 ഏക്കർ 60 സെന്റ് ഭൂമിയാണ് അവരുടെ കൈവശമുള്ളത്. 19 ഏക്കറാണ് മൊത്തം ഭൂമി പുറമ്പോക്കുള്ളത്. ആ ഭൂമിയുടെ ഉടമ ആരാണ്? ആ ഭൂമിയുടെ ഉടമ ഈ കള്ളരേഖ ഉണ്ടാക്കിയ ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഏറ്റവും വഷളായ വൃത്തികെട്ട അന്നത്തെ വില്ലേജ് ഓഫീസറും തഹസിൽദാരും അടക്കമുള്ള ആൾക്കാർ, അവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. അവര് ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നതിന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ കേസ് അവിടെ കൊണ്ട് തീരാൻ പോലുള്ള ഇനിയും കേസുകൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എല്ലാ പരിധിയും ലംഘിച്ച കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നതിന് ശേഷം, അഡ്വക്കേറ്റ് കമ്മീഷൻ എത്രയോ കമ്മീഷൻ ഈ ഇന്ത്യക്കകത്തുണ്ട്. ആ കമ്മീഷനിൽ വന്നതിന് ശേഷം പോലീസിനോട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ. അയാളുടെ അധികാരം എന്താ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ? അഡ്വക്കേറ്റ് കമ്മീഷൻ ആകെ ചെയ്യാവുന്ന കാര്യം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്നാൽ ഈ കോടതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച് പോലീസിന് പണ്ട് ഒരു മന്ത്രി ചെയ്തപോലെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ പാവങ്ങളെ സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ വാരി എറിയരുത്. ഞങ്ങളെല്ലാം പല സമരത്തിലും പങ്കെടുത്ത് പോലീസിന്റെ ഈ ആക്രമണങ്ങൾക്ക് നേരിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഈ സ്ഥലത്ത് താമസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ അക്രമങ്ങളിൽ പോകാത്ത
കൂലിവേല ചെയ്ത് ജീവിക്കുന്ന അവരുടെ കുട്ടികളും അവർക്കും അവരെ പോലീസ് വന്ന് വലിച്ചെറിയാൻ എന്താ അധികാരം? എന്താ ഇതിന്റെ അധികാരം? ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ കോടതി ചെയ്യേണ്ട കാര്യം എന്താ? കോടതിയോട് ഞാൻ കൽപ്പിക്കുകയല്ല. കോടതി ചെയ്യേണ്ട കാര്യം ഇത് സംബന്ധിച്ചുള്ള വസ്തുതകൾ എന്താണ് 80-ന് ശേഷമുള്ള കാലത്ത് റീസർവേയിൽ സംഭവിച്ചത് അത് ചോദിക്കാനും അത് പരിശോധിക്കണം. അതിന് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലെ കമ്മീഷനെ കോടതി വെക്കട്ടെ. കേരളത്തിൽ 5-6 മാസം മുമ്പാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് ആയിരുന്ന കാലത്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സമരം നടത്തിയാരാ? ഈ 2022-ന് ശേഷം ഈ സമരം നടത്തിക്കൊണ്ടിരുന്ന ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് അത് ഞങ്ങൾ ഇപ്പൊ ഇടപെട്ടു തടഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ആ തടഞ്ഞാൽ ഇവരെടുത്ത് എറിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യക്കകത്ത് പല സംസ്ഥാനത്തിന്റെ അകത്ത് ഈ കുടിയിറക്കുണ്ടായല്ലോ. ഡൽഹിയിലുണ്ടായി, ഛത്തീസ്ഗഡിലുണ്ടായി, ഈ ബാംഗ്ലൂരിലുണ്ടായി, ഈ ഇപ്പതേ വരാൻ പോണ സാധ്യതയിൽ കാസർഗോഡ് ചില പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുടിയിറക്കാൻ വേണ്ടി ഇവരെ ബലമായി നീക്കാൻ വേണ്ടി ഇവിടെ ആരാണ് ഇവരെ സംരക്ഷിക്കാൻ വന്നത്? ആരാ വന്നത്? ഇവിടുത്തെ MLA ആയിരുന്ന ശ്രീനിജൻ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ CPIM-ന്റെ നേതാക്കന്മാര്, അതുപോലെ LDF-ഉം ബന്ധപ്പെട്ട നേതാക്കൾ, അവരാണ് ഈ കുടുംബത്തെ, ഈ നാട്ടിലുള്ള കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള കുറെ ആളുകൾ, അവരാണ് സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നതും പോലീസ് വന്നപ്പോ ചോദ്യം ചെയ്തതെല്ലാം. ആ പോലീസ് പരിധിയൊന്നും വിട്ടില്ല അന്ന്. ആ പോലീസ് പരിധി വിട്ടിട്ടൊന്നുമില്ല. അങ്ങനെ വന്ന് താമസിക്കുന്ന ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ അവരുടെ കാര്യത്തിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ആ അധികാരികൾ ചെയ്യേണ്ട കാര്യം എന്തിനൊരു നീക്കുപോക്കുണ്ടല്ലോ. അവർ ചെയ്യേണ്ട കാര്യം 1980-ന് ശേഷമുള്ള റീസർവേ നടപടികളുടെ ഭാഗമായി ആരെല്ലാമാണ് കള്ളരേഖ ഉണ്ടാക്കിയത്, ആരെല്ലാമാണ് സർക്കാരിന്റെ ഭൂമി പതിച്ചെടുത്തത്, ആരെല്ലാമാണ് ഇതിനാവശ്യമായിട്ടുള്ള കള്ളരേഖ കോടതി ഹാജരാക്കിയത് എന്ന് പരിശോധിച്ച് ഈ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, സർവേയർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് പെശകുണ്ടെങ്കിൽ ആ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. അതല്ലാതെ വെറുതെ ഈ കാര്യം വിടാൻ പറ്റൂല. ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പെശ ഉണ്ടായോ ആ ഉദ്യോഗസ്ഥന്മാരുടെ പെശയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവിടുന്നത്. അത് എല്ലാ ഭൂമിക്കകത്തും ഒരു നിലപാട് സ്വീകരിക്കണം. ഈ നാട്ടിലുള്ള ആൾക്കാർ കക്ഷി രാഷ്ട്രീയം, ഞങ്ങളിപ്പോ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത്, പക്ഷെ ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ നാട്ടിലുള്ള ആളുകൾ ഇടപെടണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ്. ഈ കാര്യത്തിൽ നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വെറും സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള വളരെ ഉയർന്ന രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുള്ള ഈ പാവങ്ങളെ, എത്രയോ തലമുറയായി താമസിക്കുന്ന ഈ ആൾക്കാരെ ഈ മണ്ണിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. അത്രയേ ഉള്ളൂ കാര്യം. വളരെ ലളിതമായ കാര്യമാണ്. അങ്ങനെ അതിന് ശ്രമം നടന്നാൽ, പോലീസൊക്കെ വന്നാൽ, ഇനിയിപ്പോ ഹൈക്കോടതിക്കകത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുക്കുകയല്ല. ആ പെറ്റീഷൻ നേരത്തെ കൊടുത്തതാ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ആ പെറ്റീഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന നേരത്തെ കുറിച്ച് ഹൈക്കോടതി നിശ്ചയിക്കട്ടെ. അങ്ങനെ നിശ്ചയിച്ചതിന് ശേഷം ഈ ഭാഗത്തെ ഏതെങ്കിലും നിയമത്തിന്റെ തലനാരിഴ കീറിയ ശേഷം ഇവരെ കുടിയൊഴിപ്പിക്കാം എന്ന് കരുതി പോലീസിനെ ഇറക്കി വീണ്ടും ഒരു പരിശോധന നടത്തുവാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഇറക്കി ഞങ്ങൾ തടയുന്നതിന് ഒരു സംശയക്കാര്യത്തിലില്ല. അതിന് അങ്ങനെ ഒരൊറ്റ കാര്യം പ്രഖ്യാപിക്കാനുള്ളൂ, ഇവിടെ ഈ കുടിയിറക്ക് അനുവദിക്കില്ല. അതിന് കഴിയത്തക്ക നിലയിൽ നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും, നമ്മുടെ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഈ പ്രദേശത്തെ മാധ്യമ പ്രവർത്തകരുടെയും, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വേണമെങ്കിൽ ഇവിടെ എല്ലാ പാർട്ടിയും, കോൺഗ്രസും വരട്ടെ, ലീഗും വരട്ടെ, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും വരട്ടെ, നമുക്ക് സംയുക്തമായി, വേറെ ഒന്നുമില്ലല്ലോ, ഈ പാരിയത്തുകാവിലെ മൊത്തം 20 ഏക്കറും 19 ഏക്കറും വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇവരുടെ കൈവശമുള്ള ഈ ഭൂമി, ആ ഭൂമിക്കകത്ത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ആ കുടുംബാംഗങ്ങൾ പറയുമ്പോ ഇങ്ങനെയാണ്, ആ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോ വീതിച്ചെടുത്താൽ അവർക്ക് 5 സെന്റ് ഭൂമി പോലും ഉണ്ടാവില്ല. ആ കുടുംബാംഗങ്ങൾക്കല്ല. അവരെവിടെ പോകാനാ? കൂലിവേലയ്ക്ക് പോകുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാര്, അവരെവിടെ പോയി എവിടെ നിന്ന് സ്ഥലം വാങ്ങിക്കാനാണെന്ന്? ഈ നമ്മുടെ ഈ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ എവിടെ സ്ഥലം വാങ്ങിക്കും? സ്ഥലം കിട്ടുമോ? ഇവിടെ തന്നെ സ്ഥലത്തിന് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തം സർക്കാരിന്റെ ഭൂമിയൊന്നും വേണ്ട, സർക്കാരിന്റെ റിഹാബിലിറ്റേഷനും ആവശ്യമില്ല, പുനരധിവാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഇത്രയും മാത്രം ഭൂമി അവർക്ക് ലഭിക്കണം. ബാക്കിയുള്ള ഭൂമി എന്ത് വേണം ചെയ്തോട്ടെ, ആർക്കും ചെയ്യാം. അതിന് ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. അതിന് നമ്മുടെ സാധാരണക്കാർ, ഞാൻ അതുകൊണ്ടൊന്ന് ആവർത്തിക്കുകയാണ്, ഈ ഭൂമിയുടെ കാര്യത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ല. ഈ നാട്ടിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയും വ്യക്തികൾ അവർക്കെല്ലാം വേണമെങ്കിൽ ഒന്നിച്ചിരിക്കാം, ഈ കൊടി പോലും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് സംയുക്തമായി ഈ കാര്യത്തിൽ ഗവൺമെന്റും ഇടപെട്ട് സഹായിക്കണം. മാധ്യമങ്ങൾ, അതുപോലെ തന്നെ മറ്റു വ്യക്തികൾ, അവരെല്ലാം സഹായിച്ച് ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ കഷ്ടപ്പാട് പരിഹരിക്കുന്നതിന് വേണ്ടി, അവരുടെ ആശങ്കകൾ, അവരുടെ ഭയാശങ്കകൾ, അവരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബാംഗങ്ങളെയും സാഹിത്യ രംഗത്തുള്ള സാഹിത്യ സംഘത്തിന്റെ, പുരോഗമന കലാസാഹിത്യത്തിന്റെ നേതാക്കന്മാര്, മറ്റു പ്രവർത്തകന്മാര്, വർഗ സംഘടനകൾ, ബഹുജന സംഘടനാ നേതാക്കന്മാർ, അവരെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അഭിവാദ്യം.